بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം മേഖല യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന വിജ്ഞാനവേദിയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ ഒരു വൈജ്ഞാനിക വേദിയിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള വിഷയം ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയമാണ്. ജീവിതം എന്തിനു വേണ്ടി എന്നതാണ് ആ ഒരു വിഷയം. നാമൊക്കെ ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും മരിച്ചുപോകും. അതുകൊണ്ട് തന്നെ ഹ്രസ്വമായ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നാം ജനിച്ചതെന്തിന്? ആരാണ് നമ്മെ ജനിപ്പിച്ചത്? ആരാണ് നമ്മെ വളർത്തി വലുതാക്കിയത്? ആരാണ് നമ്മെ മരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ജീവിതം? എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം? സ്വാഭാവികമായും മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. നാം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ നാം കാണുന്നു. ഇവിടെ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്, മറ്റ് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആരാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ നേരത്തെ തന്നെ ഒരുക്കി വച്ചത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനുഷ്യർ എക്കാലഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള തൃപ്തികരമായ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മാനവ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നാം പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്, എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം, ഈ വിഷയമാണ് നാം സംസാരിക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇൻഷാ അല്ലാഹ് ഈ ഉള്ളവൻ സംസാരിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഈ ഒരു കുറഞ്ഞ സമയം ഏറെ ശ്രദ്ധയോടുകൂടി ഈ വിഷയം കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ 55, 56, 57, 58 വചനങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിയഅ്ബുദൂൻ, അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായി നമ്മുടെ ഈ വിഷയത്തിന്റെ എന്തിനു വേണ്ടി ജീവിതം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരായത്തിലുണ്ട്. അധിക വിശദീകരണമൊന്നും ആവശ്യമില്ലാത്ത വിധം മനുഷ്യനെ ആരു സൃഷ്ടിച്ചു, മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൃഷ്ടാവായ അല്ലാഹു നമ്മളിൽ നിന്ന് ഉപജീവനം പ്രതീക്ഷിക്കുന്നില്ല, നാം അവനെ പോറ്റി വളർത്തണം എന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതും
മറ്റ് എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്കിവിടെയുണ്ടോ അതെല്ലാം നൽകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ അതിമഹത്തായ വിപുലമായ കഴിവുള്ളവനും ശക്തിയുള്ളവനുമാകുന്നു. അപ്പോൾ വളരെ വ്യക്തമായി എന്തിനാണ് നാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജീവിതം എന്തിനാണ് നമുക്കിവിടെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, ആരാണ് ഈ സംവിധാനങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി തന്നത്, അതിവിടെ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നത് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നാം ജീവിക്കുവാൻ വേണ്ടിയാണ്. എങ്കിൽ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, എങ്കിൽ എന്താണ് ആ ഇബാദത്ത്, അല്ലെങ്കിൽ എന്താണ് ഉബൂദിയ്യത്ത്? ഇത് സ്വാഭാവികമായും ഉള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഖുദൂഉ വത്തദല്ലുലു വൽ ഇൻഖിയാദു മഅൽ മഹബ്ബ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ വിനയവും താഴ്മയും അടിമപ്പെടലുമാണ്, അനുസരണവുമാണ്. എങ്ങനെ? മഅൽ മഹബ്ബ, സ്നേഹത്തോടുകൂടി, അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി. അഥവാ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ജീവിതത്തെ മുഴുവൻ അവന് സമർപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും അവനെ അനുസരിക്കുകയും ചെയ്യുക എന്നതാകുന്നു ഉബൂദിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഅൽ മഹബ്ബത്തി വൽ ഇഅ്തിറാഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ടും അവനെ മനസ്സിലാക്കിക്കൊണ്ടും അവനെ സ്നേഹിക്കുക. അങ്ങനെ അല്ലാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ നാം അവന് സമർപ്പിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആകാശങ്ങളും ഭൂമിയും സമസ്ത പ്രപഞ്ചവും ഏതൊരു രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണോ കീഴൊതുങ്ങിയിട്ടുള്ളത്, ആ റഹ്മാനായ അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും പിന്നീട് തന്റെ ജീവിതത്തെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കും. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിതാ എന്റെ മുഖത്തെ, എന്റെ അസ്തിത്വത്തെ സമർപ്പിച്ചിരിക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അത്യുന്നതനായ നാഥന്, അത്യുന്നതനായ രക്ഷിതാവിന്, അല്ലാഹുവിന് ഞാൻ എന്റെ അസ്തിത്വത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിക്കുന്ന നമ്മുടെ എല്ലാം സൃഷ്ടാവായ അതുല്യനായ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും മനസ്സിലാക്കുകയും അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഉബൂദിയ്യത്ത് കൊണ്ട്, അള്ളാഹുവിനുള്ള അടിമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേയറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്രകാരം ഒരു അടിമ തന്റെ കീഴൊതുക്കം അല്ലാഹുവിന് സമർപ്പിക്കുന്നതിനാണ് അല്ലാഹുവിനുള്ള ഉബൂദിയ്യത്ത് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അടിമത്തം എന്ന് പറയുന്നത്. ഇപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തെ മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യലാണ്, അവന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കലാണ്. അതുകൊണ്ടാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ വീണ്ടും നാം പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ പ്രാർത്ഥനകൾ,
എന്റെ ബലികർമ്മങ്ങൾ, മറ്റു ആരാധനാകർമ്മങ്ങൾ, എന്നെ ജീവിപ്പിക്കൽ, എന്നെ മരിപ്പിക്കൽ, അല്ലെങ്കിൽ എന്റെ ജീവിതം, എന്റെ മരണം, ഇതെല്ലാം ആർക്കാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. അങ്ങനെയുള്ള ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന ആ ഒരു ആശയത്തിനാണ്, അതല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഉത്തരം സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും അവന്റെ ഉന്നതമായ നാമങ്ങളും ഗുണവിശേഷണങ്ങളും മനസ്സിലാക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുകയും പിന്നീട് തന്റെ ജീവിതത്തെ പരിപൂർണമായും അല്ലാഹുവിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്രകാരം ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങനെ സമർപ്പിക്കാൻ ഒരു വ്യക്തി സന്നദ്ധനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വിജയം നേടുക എന്നതും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവൻ ജീവിതവും മരണവും, അല്ലെങ്കിൽ മരണവും മരണാനന്തര ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി ജീവിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും മരണാനന്തര ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു എങ്കിൽ ആ ദൗത്യം ആരാണ് നിർവഹിക്കുന്നത്, ആ ലക്ഷ്യത്തിനു വേണ്ടി ആരാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത് എന്നതെല്ലാം പരിശോധിച്ച് വിജയിക്കുന്ന ആളുകൾക്ക് സ്വർഗവും പരാജയപ്പെടുന്ന ആളുകൾക്ക് നരകവും നൽകുക, ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോക ജീവിതത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം കൂടി നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. അതോടൊപ്പം അവൻ പരിശോധിക്കുന്നു ആരാണ് നല്ല നിലക്ക് ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത്, തന്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നു. ആ പരീക്ഷയിൽ, ആ പരിശോധനയിൽ വിജയിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. എന്നാൽ അതിന് വിഘാതമായി കൊണ്ട് പലതും ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയെല്ലാം തട്ടിമാറ്റി, എന്തെല്ലാം തടസ്സങ്ങളാണോ ആ വിഷയത്തിലുള്ളത് അതിനെയെല്ലാം തട്ടിമാറ്റി അല്ലാഹുവിന് പൂർണ്ണമായും ഞാൻ ജീവിതത്തെ സമർപ്പിക്കുക എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ശരിയായ ഉബൂദിയത്ത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്കാണ് ശരിയായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് തന്നെയാണ് വിശ്വാസികൾ എന്നും പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉബൂദിയത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിനുള്ള സമർപ്പണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉലമാക്കൾ പറഞ്ഞു അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആമായ അടിമത്തമാണ്, അതിൽ എല്ലാവരും ഉൾപ്പെട്ടു, വിശ്വാസികളും അവിശ്വാസികളും, ജീവനുള്ളതും ഇല്ലാത്തതും ആത്മാവുള്ളതും ഇല്ലാത്തതും എല്ലാം അതിൽ ഉൾപ്പെട്ടു. നിങ്ങൾ നോക്കൂ, സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നത്. അവർ പരിപൂർണമായും അല്ലാഹുവിനെ അനുസരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. രണ്ടുപേരുമാകട്ടെ അവരുടെ ജീവിതം, അവർ എപ്പോൾ ജനിക്കുന്നു എന്നത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അവർക്കതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. എപ്പോൾ മരണം, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അതിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതേപോലെ തന്നെ നമുക്ക് വാർദ്ധക്യം സംഭവിക്കുന്നത്, നമ്മുടെ ഉപജീവനത്തിലെ ഏറ്റക്കുറവുകൾ, നമുക്ക് രോഗമുണ്ടാകുന്നത്, രോഗശമനമുണ്ടാകുന്നത്, നമ്മുടെ എല്ലുകൾ നുരുമ്പിക്കുന്നത്, നമ്മുടെ തലമുടികൾ നരയ്ക്കുന്നത്, അതേപോലെ തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം ആർക്കും പ്രവചിക്കുക സാധ്യമല്ല, ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. ഞാൻ നാളെ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം ഇന്നത് ചെയ്യും, ഉറപ്പാണ് എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത വിധം
നാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധപൂർവം വഴിപ്പെട്ടവരാണ്. അവന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വരരുതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടക്കില്ല, അല്ലാഹു കൂടി തീരുമാനിക്കണം. നാം മരിക്കരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു തീരുമാനിക്കണം. നാം ജനിക്കരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു തീരുമാനിക്കണം. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളുമെല്ലാം നിർബന്ധപൂർവം അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇതിന് ഉബൂദിയത്തുൻ ആം, മൊത്തത്തിലുള്ള പൊതുവായ അല്ലാഹുവിനുള്ള കീഴ്പ്പെടൽ എന്നാണ് പണ്ഡിതന്മാർ അതിന് പേര് നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഉബൂദിയത്തുൻ ഖാസ്, പ്രത്യേകമായ അടിമത്തം. അതെന്താണത്? ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ എന്റെ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു സംവിധാനിച്ച രൂപത്തിലാണെങ്കിൽ എന്റെ ഹൃദയം പ്രവർത്തിക്കുന്നത് ഞാൻ തീരുമാനിച്ചിട്ടല്ല, എന്റെ തലച്ചോറിന്റെ പ്രവർത്തനം എന്റെ സംവിധാനമല്ല, എന്റെ കണ്ണും കാതും എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും എന്റെ ശരീരത്തിലെ കോശങ്ങളും ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രതിഭാസങ്ങളും ഏതൊരു സ്രഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുമാണോ നിലകൊള്ളുന്നത്, അതേ സ്രഷ്ടാവിന് ഇഷ്ടത്തോടുകൂടി അനുസരണയോടുകൂടി സംതൃപ്തിയോടുകൂടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കും. അതിനെതിരായി ആര് പറഞ്ഞാലും ഞാൻ അവരെ അനുസരിക്കുകയില്ല, അതിനെതിരെ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഞാനത് വകവെക്കുകയില്ല എന്ന തീരുമാനത്തിനാണ് യഥാർത്ഥത്തിൽ ഉബൂദിയത്തുൻ ഖാസ്, പ്രത്യേകമായ അടിമത്തം, പ്രത്യേകമായ സമർപ്പണം എന്ന് പറയുന്നത്. അതിനുള്ള തെളിവ് നമുക്ക് പരിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 39 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. ഇബ്ലീസിനോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, പക്ഷേ ഇബ്ലീസ് മാത്രം അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി. ആ സമയത്ത് ഇബ്ലീസ് പറയുന്ന ഒരു വാക്യമുണ്ട്, അതാണ് നമുക്ക് സൂറത്തുൽ ഹിജ്റിൽ കാണുന്നത്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നീ എന്നെ വഴിതെറ്റിച്ചത് കാരണത്താൽ ഭൂമിയിലുള്ളത് ഞാൻ അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിച്ചു കളയും. അല്ലാഹുവിന് ജീവിതത്തെ സമർപ്പിക്കേണ്ടതിന് പകരം, അല്ലാഹുവിനെ അനുസരിക്കേണ്ടതിന് പകരം, കാരണം മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് അതിനാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് അതിനാണ്, മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ അവരെ തെറ്റിക്കും. എന്നിട്ട് ഭൂമിയിലുള്ളത് ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അവർ ദുനിയാവിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകും. അവരുടെ ചിന്തയും അവരുടെ ലക്ഷ്യവും ക്ഷണികമായ ദുനിയാവിലെ നേട്ടങ്ങളും അലങ്കാരങ്ങളുമായിരിക്കും. അങ്ങനെ ഈ ഭൂമിയിലുള്ള ജീവിതം പ്രിയപ്പെട്ടതാക്കി ഞാൻ അവർക്ക് തോന്നിപ്പിക്കുകയും ശരിയായ പാതയിൽ നിന്ന് ഞാൻ അവരെ വഴിതെറ്റിക്കുകയും ചെയ്യും. വലഉഗ്വിയന്നഹും അജ്മഈൻ. എന്നാൽ പിശാച് അവിടെ തുറന്നു പറയുന്ന രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. എന്നാൽ ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ ഒഴികെ, നിന്റെ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. എങ്ങനെയുള്ള ഇഖ്ലാസുള്ള അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ഇബ്ലീസ് തുറന്നു പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, നിന്റെ അടിമകൾ, ഇഖ്ലാസുള്ള അടിമകൾ. എന്താണ് ഇഖ്ലാസുള്ള അടിമകൾ എന്ന് പറഞ്ഞാൽ? ജീവിതം എന്തിനു വേണ്ടി എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ആ ലക്ഷ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിന് വിപരീതമായ ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ തിരിക്കാതിരിക്കുകയും അതിനെതിരിലുള്ള സകല പ്രലോഭനങ്ങളെയും അവഗണിക്കുകയും ചെയ്യുന്ന ശരിയായ അടിമത്തം സ്വീകരിച്ച ആളുകൾക്കാണ് ഇവിടെ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം. ഇതാകുന്നു ഏറ്റവും ശരിയായ സിറാത്തുൽ മുസ്തഖീം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ഓരോ 5 വഖ്ത് നമസ്കാരത്തിലും നാം അല്ലാഹുവിനോട് തേടുന്നത് അതാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, മുസ്തഖീമായ സിറാത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. ഏതാണ് ആ മുസ്തഖീമായ സിറാത്ത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗം, അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗം, വഴിപിഴച്ച ക്രിസ്ത്യാനികളുടെയോ കോപത്തിന് വിധേയരാക്കപ്പെട്ട യഹൂദന്മാരുടെയോ മാർഗമല്ല, മറിച്ച് നിനക്ക് ജീവിതത്തെ സമർപ്പിച്ച അമ്പിയാക്കൾ,
ഔലിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അഥവാ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചു പോവാതെ, ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് ശ്രദ്ധ തെറ്റിപ്പോകാതെ, എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടോ അതിനെയെല്ലാം മാറ്റിവെച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഇഖ്ലാസുള്ള അടിമകളായി മാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനോട് വീണ്ടും പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ, എന്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, എന്നാൽ വഴിതെറ്റിയ നിന്നെ പിന്തുടരുന്ന ചില ആളുകളുണ്ട്, അവരൊഴികെ. വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, അങ്ങനെയുള്ള ആളുകളുടെ വാസസ്ഥലം അത് നരകമായിരിക്കും എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ശരിയായ അടിമകൾ, സാക്ഷാൽ അടിമകൾ, ശരിയായ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ആളുകൾ, അവർ ഒരിക്കലും നരകത്തിൽ പോവാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ സ്വർഗത്തിൽ പോവാനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ജീവിത ലക്ഷ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് ഇബ്ലീസ് ദുനിയാവിനെ സംബന്ധിച്ചുള്ള എന്തെല്ലാം പ്രലോഭനങ്ങൾ നടത്തുന്നുവോ, ദുനിയാവിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ശരിയായ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്നതായിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ ഒരു ശരിയായ അടിമ സന്നദ്ധനായിരിക്കും. അങ്ങനെയുള്ള ആളുകളാകുന്നു യഥാർത്ഥ അടിമകൾ. അവർ തന്നെയാണ് അള്ളാഹുവിന് ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർ. അപ്രകാരമുള്ള ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത്. അപ്പോൾ ജീവിതത്തെ പരിപൂർണമായും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ഇഷ്ടം. അള്ളാഹുവിന് വെറുപ്പുള്ളതൊക്കെ നമുക്കും വെറുപ്പായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെയാണോ ഇഷ്ടപ്പെടാത്തത് അതിനെ നാം ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമാണ് നാം ചെയ്യുക. അങ്ങനെ ആ അടിമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായി യോജിച്ചു നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. നിങ്ങൾക്ക് സത്യവിശ്വാസത്തോടാണ് സ്നേഹം, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളോടാണ് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കാരമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അനുസരണക്കേടിനോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അധർമ്മത്തോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല, അതേപോലെ തന്നെ സത്യനിഷേധത്തോടും നിങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം കുഫർ അള്ളാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ അടിമകൾക്ക് സത്യനിഷേധവും നന്ദികേടും ഇഷ്ടമല്ല. തോന്നിവാസം പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അടിമകൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടമുണ്ടാവുകയില്ല. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അടിമകൾ അള്ളാഹുവിനോട് ഒരു നിലക്കും അനുസരണക്കേട് കാണിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിന് അവനിൽ വിശ്വസിക്കുന്ന ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇസ്ലാം കാര്യങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ അടിമയുടെ ഹൃദയത്തിന്റെ അലങ്കാരം വിശ്വാസമാണ്, ഈമാനാണ്, തഖ്വയാണ്, ഇഖ്ലാസാണ്. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഹൃദയത്തെയും വിശ്വാസത്തെയും കർമ്മങ്ങളെയും ശുദ്ധീകരിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥക്കാണ് ശരിയായ ഉബൂദിയത്ത് എന്ന് പറയുന്നത്. അപ്രകാരം ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടി സ്വർഗം കരസ്ഥമാക്കുക എന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ഇബാദത്തിന്, കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. എങ്കിൽ ആ ഇബാദത്ത് എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ശ്രദ്ധേയമായ ഒരു നിർവചനമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി നാം സ്വീകരിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അൽ ഇബാദ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. ശ്രദ്ധിക്കുക, അദ്ദേഹം പറഞ്ഞത് അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. അല്ലാഹു സുബ്ഹാനഹു വ തആല
തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എന്താണ്? അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പറയുക, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇങ്ങനെയുള്ള ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അപ്രകാരം ജീവിക്കുക എന്നതാണ്, അങ്ങനെ ജീവിച്ച് വിജയം വരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്, അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അല്ലാഹുവിനെ തീറ്റിപ്പോറ്റണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു റസ്സാഖാണ്, അതോടൊപ്പം അവൻ ശക്തമായ വിപുലമായ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനോട് ആരെങ്കിലും ധിക്കാരം കാണിച്ചാൽ തീർച്ചയായും അവരെ പിടികൂടാൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്ന ബത്ശ റബ്ബിക ലശദീദുൻ. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം എന്നത് അതികഠിനമായ പിടുത്തമാണ്. അല്ലാഹു ശിക്ഷിച്ചാൽ അത് അതികഠിനമായ ശിക്ഷയായിരിക്കും. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് അന്നി അനൽ ഗഫൂറുർ റഹീം? ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. എന്നാൽ വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷയാകട്ടെ അത് വേദനയേറിയ ശിക്ഷയാണ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷ വേണം. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അല്ലാഹു കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലാഹുവിൽ നിന്നുള്ള മാപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ സമയത്ത് നമ്മൾ ഭയപ്പെടണം. എന്താണത്? വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷയാകട്ടെ അത് അതികഠിനമായ ശിക്ഷയാണ്. ഇത് സൂറത്തുൽ ഹിജ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ 3 കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം. എങ്കിലേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. ഏതാണ് ആ 3 കാര്യങ്ങൾ? ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. 3 കാര്യങ്ങൾ നമ്മളുടെ എല്ലാ ഇബാദത്തുകളിലും ഉണ്ടാകണം. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ ഇബാദത്തിൽ 3 കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകണം. ഏതാണത്? ഒന്ന്, അൽ ഖൗഫു, പേടി ഉണ്ടാവണം. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടി, അവന്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുള്ള പേടി. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അവൻ എല്ലാ നിലക്കും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ചിന്ത അത് നമ്മളുടെ ഹൃദയത്തിൽ ഭയമുണ്ടാക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് ഒന്നാമത് വേണ്ടത്, അൽ ഖൗഫ്. രണ്ടാമത്തത് അർ റജ. അതോടൊപ്പം പ്രതീക്ഷ വേണം. വെറും പേടിയല്ല, മറിച്ച് അല്ലാഹു കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ദയാവായ്പുള്ളവനാണ്, അളവറ്റ ദയാപരനാണ്, അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം. അവൻ നമുക്ക് സ്വർഗം നൽകുമെന്നുള്ള പ്രതീക്ഷയും വേണം. ഇങ്ങനെ അല്ലാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും അതോടൊപ്പം അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ഭയപ്പാടും നമുക്ക് വേണം. അതിന്റെ കൂടെ മൂന്നാമതൊരു വികാരം വേണം. അതെന്താണ്? അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണ്ടായിരിക്കണം. നാം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് അടിമപ്പെടുമ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമെന്നില്ല, അത് ഭയപ്പാടോടുകൂടി മാത്രമായിരിക്കും. മാത്രമല്ല വെറുപ്പോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ അടിമപ്പണിയെടുക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അടിമത്തം എന്ന് പറയുന്നത് അല്ലാഹുവിനെ സൃഷ്ടികൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥയാണ്. അവനാണ് സർവശക്തനെന്നും അവനാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്നും കാരുണ്യപൂർവ്വം അവനാണ് ഞങ്ങളെ പോറ്റി വളർത്തുന്നതെന്നും എണ്ണിയാൽ തീരാത്ത അത്രയും നിഅമത്തുകളുടെ ദാതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെന്നും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും തിരിച്ചറിയുമ്പോൾ ആ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടിമയായിരിക്കുക, സൃഷ്ടിയായിരിക്കുക എന്നത് അതിനേക്കാൾ വലിയ മഹത്വവും അതിനേക്കാൾ വലിയ സന്തോഷവും അതിനേക്കാൾ വലിയ ആഹ്ലാദവും വേറെയൊന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകണം.
ആഹ്ലാദമുണ്ടാകണം. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം, മഹബ്ബത്ത് അത് അതികഠിനമാണ്. അതോടൊപ്പം മഹാന്മാരായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരിലുണ്ടായിരുന്ന രണ്ട് വികാരം, ഒന്ന് സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു, അതോടൊപ്പം പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും അവർ നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അതോടൊപ്പം പ്രതീക്ഷയുമുണ്ടായിരുന്നു. അപ്പോൾ ഭയപ്പാട് വേണം, പ്രതീക്ഷ വേണം, അങ്ങേയറ്റത്തെ മഹബ്ബത്തും വേണം. ഈ മൂന്ന് വികാരങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി നമുക്ക് വേണം, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ വേണം, അതോടൊപ്പം അള്ളാഹുവിനോട് നമുക്ക് മഹബ്ബത്ത് വേണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് എല്ലാ നിലക്കും ഉമ്മയുടെ ഗർഭാശയത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകി പിന്നീട് ഈ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നമുക്കാവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ചെയ്തു തന്നു. നമുക്ക് മാർഗദർശനത്തിനു വേണ്ടി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു, നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്മക്കുള്ള തൗഫീഖ് നൽകി. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള റഹ്മാനായ റബ്ബിനോട് നമുക്ക് സ്നേഹം വേണം, അങ്ങേയറ്റത്തെ സ്നേഹം വേണം. ഇപ്രകാരം സ്നേഹവും ഭയപ്പാടും പ്രതീക്ഷയും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ നിലക്കായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം ഇബാദത്ത് ചെയ്യേണ്ടത്. അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അടിമ ആത്മാഭിമാനമുള്ളവനായി മാറുകയാണ് വേണ്ടത്. സൃഷ്ടികൾക്ക് അടിമപ്പെടുമ്പോൾ അത് അപമാനമാണ്. എന്നാൽ സ്രഷ്ടാവായ അള്ളാഹുവിന് അടിമപ്പെടുമ്പോഴോ അത് ഇസ്സത്താണ്, പ്രതാപമാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ 8-ാമത്തെ ആയത്തിൽ മുനാഫിഖീങ്ങളായ ആളുകൾ, മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിഖീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ്, യഖൂലൂന ലഇർ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. നാം മദീനയിലേക്ക് മടങ്ങിയെത്തിയാൽ പ്രതാപികളായ നമ്മൾ നിന്ദ്യന്മാരായ മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുന്നതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി നോക്കൂ നിങ്ങൾ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. എന്നാൽ ഇസ്സത്ത്, പ്രതാപം അല്ലാഹുവിനാണ്. ആ അല്ലാഹു പറഞ്ഞയച്ചതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുകയും ആ അള്ളാഹുവിന്റെ സാക്ഷാൽ അടിമകളായി തീരുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾക്കുമാണ് പ്രതാപം. അതുകൊണ്ട് പ്രതാപം അള്ളാഹുവിനാണ്. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനാണ് ഇസ്സത്ത്. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്. വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ കപടവിശ്വാസികൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ വിശ്വാസം സ്വീകരിക്കുക എന്നത് അഭിമാനമാണ്. ഇസ്ലാം എന്നത് അഭിമാനമാണ്. അള്ളാഹുവിന്റെ നിഅമത്താണ് ഇസ്ലാം. അള്ളാഹുവിന്റെ റഹ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനിനെ സംബന്ധിച്ച് ഹുദൻ വറഹ്മ, അത് മാർഗദർശനവും കാരുണ്യമാണ് എന്ന് പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ റഹ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തായ പ്രവാചകൻ, അള്ളാഹുവിന്റെ റഹ്മത്തായ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ നിഅമത്തായ ഇസ്ലാം, ഇത് അംഗീകരിക്കുന്ന ആളുകൾ അഭിമാനപൂർവ്വമുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടത്. പക്ഷേ ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്താണ്, മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എന്താണ് എന്ന് പലപ്പോഴും മുസ്ലിമീങ്ങൾ പോലും തിരിച്ചറിയാത്തൊരവസ്ഥയാണുള്ളത്. നാം അങ്ങനെ ആവാൻ പാടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ, മതമില്ല, ദൈവമില്ല, മരണാനന്തര ജീവിതമില്ല, പ്രവാചകന്മാരില്ല, വേദഗ്രന്ഥങ്ങളില്ല, ധാർമ്മികതയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ പലപ്പോഴും ശരിയായി ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ആളുകളും വിചാരിക്കുകയാണ്, നാം മോശക്കാരാണോ, നാം തീവ്രവാദികളാണോ, നാം പിന്തിരിപ്പന്മാരാണോ, നാം സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണോ, നാം മോശക്കാരാണോ, നമ്മുടെ പ്രവാചകൻ മോശക്കാരനാണോ, നമ്മുടെ ഖുർആൻ ശരിയായ ഗ്രന്ഥമല്ലേ എന്നൊക്കെ വിശ്വാസികളിൽ പലർക്കും തോന്നുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നാം ആരുടെ സൃഷ്ടികളാണ്,
ഈ മഹത്തായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അത്യുന്നതനായ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ്, അവൻ നൽകിയ മതത്തിന്റെ അനുയായികളാണ്, അവൻ പറഞ്ഞയച്ച പ്രവാചകന്റെ അനുയായികളാണ്, അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ ആളുകളാണ് എന്നതിനേക്കാൾ വലിയ ഇസ്സത്ത്, അതിനേക്കാൾ വലിയ അഭിമാനം, അതിനേക്കാൾ വലിയ പ്രതാപം വേറെയില്ല എന്ന് തിരിച്ചറിയുക. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപം അല്ലാഹുവിനാണ്, പ്രതാപം അല്ലാഹുവിന്റെ റസൂലിനാണ്, പ്രതാപം സത്യവിശ്വാസികൾക്കാണ്. പക്ഷേ കപടന്മാരായ ആളുകൾക്ക്, ആത്മാർത്ഥതയില്ലാത്ത ആളുകൾക്ക്, വിവരമില്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല. എന്ന് മാത്രമല്ല, ഇസ്ലാം ചെയ്യുന്നത് എന്താണ്? മനുഷ്യന് സമൂഹവും അതേപോലെ തന്നെ ശരിയായ ചിന്താഗതിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത ആളുകളും പുരോഹിതന്മാരും മതനിഷേധികളും അധാർമിക പ്രവണതകളുടെ വക്താക്കളും അടിച്ചേൽപ്പിച്ചിട്ടുള്ള എന്തെല്ലാം ഭാരങ്ങളും ചങ്ങലക്കെട്ടുകളുമുണ്ടോ അതെല്ലാം ഇസ്ലാം ഇറക്കി വെച്ചു തരുന്നു. സൂറത്തുൽ അറാഫിലെ 157 വചനം ശ്രദ്ധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയുന്നത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നു. വയൻഹാഹും അനിൽ മുൻകർ, തിന്മ വിലക്കുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, എന്തെല്ലാം മോശങ്ങളുണ്ടോ അതൊക്കെ ഹറാമാക്കിയിരിക്കുന്നു. വയളഉ അൻഹും മിസ്റഹും വൽഅഗ്ലാല ലത്തി കാനത് അലൈഹിം, അവരുടെ മേലുള്ള സമൂഹം അടിച്ചേൽപ്പിച്ച മറ്റു പല കാരണങ്ങളാൽ അവരിൽ വന്നു ചേർന്നിട്ടുള്ള എന്തെല്ലാം ചങ്ങലക്കെട്ടുകളും ഭാരങ്ങളുമുണ്ടോ അതെല്ലാം പ്രവാചകൻ അവർക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിച്ചതൊക്കെ അങ്ങേയറ്റം വിശിഷ്ടമായതാണ്. ഇസ്ലാം അനുവദിച്ചതിലൊന്നും തന്നെ ഒരു മോശവും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയതൊക്കെ ഖബായിസുകളാണ്, മോശപ്പെട്ട കാര്യങ്ങളാണ്. മദ്യപാനം, വ്യഭിചാരം, അതേപോലെ തന്നെ പലിശ, കളവ് പറയൽ, ചതി, വഞ്ചന, അതിനേക്കാളെല്ലാം ഉപരി ബഹുദൈവാരാധന. ഇങ്ങനെ ബഹുദൈവാരാധന മുതൽ ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങളാണോ നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അതെല്ലാം മ്ലേച്ഛമാണ്, മോശമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതേസമയം ഇസ്ലാം അനുവദിച്ചതൊക്കെ അങ്ങേയറ്റം വിശിഷ്ടമായ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ, പ്രവാചകന്മാരുടെ അനുവാദമില്ലാതെ, ദേഹേച്ഛപ്രകാരവും പിശാചിന്റെ പ്രേരണയാലും സമൂഹം അടിച്ചേൽപ്പിച്ച എന്തെല്ലാം ഭാരങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഇസ്ലാം മുക്തമാണ്. ഒരു വ്യക്തിക്കും മതനിയമങ്ങൾ ഉണ്ടാക്കാൻ ഇസ്ലാമിന് അനുവാദമില്ല, പ്രവാചകന്മാർക്ക് പോലും. എന്നാൽ ഇസ്ലാം അംഗീകരിക്കാത്ത, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് മറ്റു പലരും പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടി വരികയാണ്. ഒരു യുക്തിവാദി മറ്റൊരു യുക്തിവാദിയെ അംഗീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തന്നെ പോലെയുള്ള ദുർബലനായ ഒരു സൃഷ്ടിയെ അനുസരിക്കുക എന്ന ഗതികേടിലാണ് അവനുള്ളത്. എന്നാൽ ഒരു വിശ്വാസി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹീനെ പിന്തുടരുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനാണ് അനുസരിക്കുന്നത്, അവിടെ അഭിമാനിക്കാം. എന്നാൽ മറ്റേത് അപമാനമാണ്. തന്നെ പോലെ ജനിച്ച് വളർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന തന്റെ കൂടെയുള്ള ഒരു വ്യക്തി പറയുന്നതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ വലിയ അപമാനം എന്താണ്? സമൂഹത്തിന് ഇഷ്ടമാണ് എന്ന് തോന്നിയ കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കുന്നതിനേക്കാൾ വലിയ അപമാനം എന്താണ്? അതിനേക്കാളെല്ലാം പ്രതാപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുക, പരിപൂർണമായും ജീവിതത്തെ അവന് സമർപ്പിക്കുക, അതിനെതിരായി പിശാചിൽ നിന്നും ദേഹേച്ഛയിൽ നിന്നും ഉണ്ടാകുന്ന പ്രേരണകളെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. അതാണ് ഏറ്റവും വലിയ അഭിമാനമെന്നും പ്രതാപമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രതാപത്തോടുകൂടി, ഇസ്സത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് നാളെ പരലോകത്ത് സ്വർഗം നേടുക എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ഒരു ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-10 വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ അഅതദ്നാ ലഹും അദാബൻ അലീമ. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, വിശ്വസിക്കുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വമ്പിച്ചതായ പ്രതിഫലമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്താണ് ഇവിടെ ഈമാനും അമലു സ്വാലിഹാത്തും കൊണ്ടും ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എന്തിനാണോ സൃഷ്ടിച്ചിട്ടുള്ളത്
ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്താണ് ആ ജീവിത ലക്ഷ്യം? നമ്മൾ നേരത്തെ പഠിച്ചു. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, സൃഷ്ടികളിൽ ഒന്നിനെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക. വഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക. ഇങ്ങനെ മറ്റൊരാളെയും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കാതെ ശിർക്കില്ലാതെ പരിപൂർണമായും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാരെ അംഗീകരിക്കണം, വേദഗ്രന്ഥങ്ങൾ പറയുന്നത് അംഗീകരിക്കണം, ദിവ്യ സന്ദേശങ്ങളിലൂടെ പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കണം. ആ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വൽ ഈമാനു ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അള്ളാഹുവിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലും ഖദാ ഖദറിലുമുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങൾ. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ എന്തൊക്കെയാണോ നമ്മളോട് അള്ളാഹു ഗൈബിയായ കാര്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ വിശ്വസിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ വിശ്വസിക്കണം. മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങളിലെല്ലാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്കും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ കൂടെ അനിവാര്യമായി ഉണ്ടാവേണ്ടതാണെന്ത്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യവും അതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതാരാണ്? ഇതാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അങ്ങനെ നന്നായി അമലു സ്വാലിഹാത്തുകൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്താൽ അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വമ്പിച്ചതായ പ്രതിഫലമുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം സ്വർഗമാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം ആ ഒരു വിശ്വാസം സ്വീകരിക്കാതിരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താലോ വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി അഅതദ്നാ ലഹും അദാബൻ അലീമ, പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നരകശിക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. അവിടെ മൗത്തിനെയാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ഹയാത്തിനെ കുറിച്ച് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മരണം എന്നത് അതിന്റെ അനിവാര്യതയും അതിന്റെ സുനിശ്ചിതത്വത്തെയും കാണിക്കാൻ വേണ്ടിയാണ് അവിടെ മരണത്തെ ആദ്യം പറഞ്ഞത്, പിന്നെ ജീവിതത്തെ പറഞ്ഞത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു മരണത്തിന് ശേഷം ജീവിതം പറഞ്ഞത് മരണാനന്തര ജീവിതമാണ്. രണ്ടും ശരിയായ അഥവാ ശരിയായ ആശയത്തോടുകൂടിയുള്ള വ്യാഖ്യാനമാണ്. മരണമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതെന്തിനാണ് അള്ളാഹു സംവിധാനിച്ചത്? നമ്മുടെ ജീവിതത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യന്മാരും മരിച്ചുപോകും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ അജ്ർ പ്രതിഫലം ഖിയാമത്ത് നാളിൽ നൽകപ്പെടും. സാധാരണ അജ്ർ എന്ന് പറഞ്ഞാൽ ഒരാൾ പണിയെടുത്ത് തൊഴിലെടുത്ത് വൈകുന്നേരം കൊടുക്കുന്ന കൂലിക്കാണ് അജ്ർ എന്ന് അറബി ഭാഷയിൽ പറയുന്നത്. അറബി ഭാഷയിൽ അജ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടാക്സിക്ക് നമ്മൾ ഉജ്റ എന്ന് പറയും. അതേപോലെ തന്നെ വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഈജാറിന് എടുക്കുക, വാടകയ്ക്ക് എടുക്കുക എന്ന് പറയും, കൂലിക്കെടുക്കുക എന്നതുപോലെ പണിയെടുത്ത ആൾക്ക് കൊടുക്കുന്ന കൂലിക്കാണ് അജ്ർ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളൊക്കെ മരിച്ചു പോകും, എല്ലാ നഫ്സും മരിച്ചു പോകും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രതിഫലം, നിങ്ങളുടെ കൂലി അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ദുനിയാവിൽ ചെയ്തത് എന്താണ്? പണിയെടുക്കുകയാണ്, അമൽ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ജോലി എന്നർത്ഥം. അതിനുള്ള കൂലിയാണ് ഖിയാമത്ത് നാളിൽ. എങ്ങനെയാണ് ആ കൂലി നൽകപ്പെടുന്നത്? ശ്രദ്ധിക്കുക. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അന്നേ ദിവസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാരോ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാരോ അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോക ജീവിതം വഞ്ചനയാണ്. അത് നമ്മളെ വഞ്ചിച്ചു കളയും, ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തടയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിത ലക്ഷ്യമെന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക, പല ആളുകളും ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി കണ്ടത് ഈ ദുനിയാവിനെ തന്നെയാണ്. അത് ലക്ഷ്യമാവുകയില്ലല്ലോ. നശിച്ചു പോകുന്നത്, എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്,
സ്ഥിരതയില്ലാത്തത് എങ്ങനെയാണ് ലക്ഷ്യമാക്കുക? ബുദ്ധിയുള്ള ആരെങ്കിലും സ്ഥിരതയില്ലാത്ത ഒന്നിനെ ലക്ഷ്യമാക്കുമോ? നിങ്ങൾ പറയൂ, സ്ഥിരതയില്ലാത്ത ഒന്നിനെ ആരെങ്കിലും ലക്ഷ്യമാക്കുമോ? എന്നൊന്നും നിലനിൽക്കുന്നതിനെയേ ലക്ഷ്യമാക്കാൻ പാടുള്ളൂ. അതാണ് ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ ലക്ഷ്യമാക്കേണ്ടത് സ്ഥിരതയുള്ളതിനാണ്. ഐഹിക ജീവിതത്തിന് സ്ഥിരതയില്ല. ഐഹിക ജീവിതത്തിന് സ്ഥിരതയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ലക്ഷ്യമാക്കാനും പാടില്ല. ഐഹിക ജീവിതം വഞ്ചിച്ചു കളയുന്നതാണ്. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇന്നത്തെ അവസ്ഥയല്ല നാളെ ഉണ്ടാവുക, നാളത്തെ അവസ്ഥയല്ല മറ്റന്നാൾ ഉണ്ടാവുക. ഐഹിക ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ദുനിയാവല്ല. നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്, നമ്മുടെ അധ്വാനം, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മളുടെ ധനം, മഹാഭൂരിപക്ഷം ആളുകളും മുഴുവൻ ജീവിതവും അധ്വാനിച്ചു തീർക്കുന്നത് നശ്വരമായ ഈ ലോകത്തിനു വേണ്ടിയാണ്. പരലോകത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പരലോകമാണ് നാം ജീവിതത്തിന്റെ ലക്ഷ്യമാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലെ 15-16 ആയത്തുകളിൽ പറയുന്നത് ശ്രദ്ധിക്കുക. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഉലൈക ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. ആരാണോ ഐഹിക ജീവിതത്തെ ഉദ്ദേശിക്കുന്നത്, ഇവിടെയുള്ള അലങ്കാരങ്ങളെ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അവരുടെ ലക്ഷ്യം നാം പൂർത്തീകരിച്ചു കൊടുക്കും. പക്ഷേ ഖിയാമത്ത് നാളിൽ അവർക്കൊരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയില്ല. എന്നാൽ ഖിയാമത്ത് നാളിൽ അവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകും, ബാത്തിലായി പോകുമെന്ന് സൂറത്തു ഹൂദിലെ 15-16 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ പരലോകത്ത് നരകം കിട്ടും, അമലുകൾ മുഴുവൻ ബാത്തിലായി പോവുകയും ചെയ്യുന്നതാണ്. സൂറത്തുൽ ഇസ്രായിലെ 18-19 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശദീകരണം കൂടി നൽകി. എന്താണത്? മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ക്ഷണികമായ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഈ ഐഹിക ജീവിതത്തെയാണ് ആരെങ്കിലും ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവൻ ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. എന്നാൽ അവൻ ഖിയാമത്ത് നാളിൽ നിന്ദ്യനായി നരകത്തിൽ കിടന്ന് എരിയേണ്ടി വരും. എന്നാൽ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. എന്നാൽ പരലോകത്തെ ആരെങ്കിലും ലക്ഷ്യമാക്കിയാൽ, അതിനുവേണ്ടി അതിൻ്റെതായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ്, അവിടെയുള്ള വിജയമാണ്. അവിടെ വിജയിക്കാൻ എന്തു വേണം? അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. എന്താണത്? ഏറ്റവും അഹ്സനായ അമല് ചെയ്യണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അതാണ് വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായിക്കൊണ്ട് അതിൻ്റെതായ പ്രവർത്തനം ചെയ്താൽ അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം പരലോകത്തെ വിജയമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്, സൽക്കർമ്മങ്ങളാണ്. അവൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കണം. അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അവൻ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളിൽ ഇഷ്ടത്തോടുകൂടി മുന്നേറണം. അവൻ നിരുത്സാഹപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അങ്ങനെ നാം മാറി നിന്നാൽ സമാധാനത്തിന്റെ ഭവനമായ എന്നെന്നും ജീവിക്കാൻ കഴിയുന്ന, ഒരിക്കലും മരണമില്ലാത്ത സ്വർഗലോകത്ത് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. സൂറത്തു യൂനുസിലെ 24-25 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത ഒരു ഉപമ ഈ ഐഹിക ജീവിതത്തിന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദി മിമ്മാ യഅകുലു الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. ഈ ഐഹിക ജീവിതത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് ചൊരിയുന്ന മഴ പോലെയാണ്. ആ മഴ കാരണത്താൽ സസ്യലതാദികൾ മനോഹരമായി മുളച്ചുപൊന്തി. കർഷകർക്ക് അവരുടെ കൃഷിയെല്ലാം നന്നായി ഉണ്ടായി. നാളെ അത് കൊയ്തെടുക്കാമെന്ന് അവർ വിചാരിച്ചപ്പോഴതാ ശക്തമായ ഒരു കാറ്റ് വന്ന്, ഒരു തീക്കാറ്റ് വന്ന്, അല്ലെങ്കിൽ മറ്റൊരു പ്രയാസം വന്ന് ആ കൃഷി മുഴുവൻ നശിച്ചു പോകുന്നു. ഇന്നലെ ആ കൃഷി അവിടെ ഇല്ലാത്ത രൂപത്തിൽ ഇന്നത് മുച്ചൂടും നശിപ്പിക്കപ്പെട്ടു. അത്രയേ ഐഹിക ജീവിതമുള്ളൂ. ഇന്ന് കൊയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കാത്ത വിധം എത്രയും പെട്ടെന്ന് നശിച്ചു പോകും. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണ,
വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, മഴക്കെടുതികൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. എത്ര നേരം കൊണ്ടാണ്, ക്ഷണനേരം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഒരായുസ് മുഴുവൻ ഉള്ള നമ്മളുടെ അധ്വാനങ്ങളൊക്കെ നശിച്ചു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? എന്നിരിക്കെ ക്ഷണികമായ ഏത് നിമിഷവും നശിച്ചു പോകുന്ന ഈ ഐഹിക ജീവിതത്തിന് വേണ്ടി നാം അധ്വാനങ്ങൾ ചെലവഴിക്കുകയും എന്നെന്നും നിലനിൽക്കുന്ന മരണാനന്തര ജീവിതത്തെ നമ്മൾ അവഗണിക്കുകയും ചെയ്താൽ അതെന്തുമാത്രം വലിയ വിഡ്ഢിത്തമല്ല എന്ന് ചിന്തിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ദാറുസ്സലാം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഏതാണ് ആ ദാറുസ്സലാം? സ്വർഗമാണത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനത്തിന്റെ വാക്ക് മാത്രമുള്ള, മ്ലേച്ഛമായതൊന്നും കേൾക്കേണ്ടി വരാത്ത, കണ്ണുകൾ ആഗ്രഹിക്കുന്ന, കാതുകൾ ആഗ്രഹിക്കുന്ന, ഹൃദയം കൊതിക്കുന്ന എല്ലാം നമുക്ക് നൽകപ്പെടുന്ന ആ മഹത്തായ സ്വർഗലോകമാണ് നമ്മുടെ ലക്ഷ്യം. അതിഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: ജീവിതത്തെ അള്ളാഹുവിന് ഇബാദത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ ദുനിയാവിൽ നമുക്ക് ജീവിക്കണ്ടേ എന്ന് ചിലർ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസ് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു യാ ഇബ്ന ആദം, അല്ലാഹു പറയുന്നു, ആദമിന്റെ മക്കളെ, തഫറഗ ലി ഇബാദതി അംലഉ ഖൽബക ഗിനൻ വഅസുദ്ദ ഫഖറക വഇല്ലാ തഫഅൽ അംലഉ യദൈക ശുഗ്ല വലാ അസുദ്ദ ഫഖറക. നിങ്ങൾ എനിക്ക് വേണ്ടി ഇബാദത്തിന് മാറി നിൽക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ധന്യത നൽകാം, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ ഇല്ലാതെയാക്കാം. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധന്യതയുണ്ടാവില്ല, നിങ്ങളുടെ ദാരിദ്ര്യം മാറുകയുമില്ല. അപ്പോൾ ഇബാദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദുനിയാവിൽ ജീവിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അല്ലാഹു അനുവദിച്ച രൂപത്തിൽ നിങ്ങൾ ദുനിയാവിലേക്ക് ഇറങ്ങിയാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാ ഖൈറാത്തുകളും നൽകും. അതുകൊണ്ടാണ് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ കച്ചവടത്തിന് പോയിക്കോളൂ, ജോലിക്ക് പോയിക്കോളൂ, പക്ഷെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. അള്ളാഹുവിനുള്ള ഇബാദത്തുകളെല്ലാം കൃത്യമായി നിർവഹിക്കണം. അതിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അത് നമ്മൾ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ധന്യത അള്ളാഹു നൽകും, ദാരിദ്ര്യത്തെ അള്ളാഹു ഇല്ലാതെയാക്കും. ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിൽ സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം നമുക്ക് ലഭിക്കും. എന്നാൽ ഇവിടെ ജീവിക്കേണ്ട പേരും പറഞ്ഞ് അള്ളാഹു പറഞ്ഞത് മറന്ന്, ഖുർആനിലുള്ളത് മറന്ന്, ഖുർആൻ പഠിക്കാതെ, ഹദീസ് പഠിക്കാതെ, പ്രവാചകൻ അനുസരിക്കാതെ, ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും ചെയ്തുകൊണ്ടും അധർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും നമ്മൾ ജീവിച്ചാലോ ജീവിതം നമുക്ക് നഷ്ടമായി തീരും. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അവൻ സൃഷ്ടിച്ചത്. അവൻ നമ്മളെ പരിശോധിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങളെ മുഴുവൻ അള്ളാഹുവിനെ സമർപ്പിച്ച് അവന് പരിപൂർണമായും അനുസരിച്ച് അവൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിലെ വിജയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകിക്കൊണ്ട് നല്ല അടിമകളായി, ഇഖ്ലാസുള്ള അടിമകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക, പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.